നല്ല ഭംഗിയുള്ള കുറച്ച് ബീഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് 1-2 ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ വയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം കുറച്ച് വൈറ്റ് ബീഡാണ് പുറത്ത് കൊടുക്കുന്നത്. അങ്ങനെ വൈറ്റ് ബീഡ് കോർത്തുണ്ട് കേട്ടോ. ഇനി ഈ കളറുള്ള ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ബീഡ് വരണ പോലെയാണ് കോർക്കണത് കേട്ടോ. നമ്മൾ ആദ്യം കോർത്തല്ല, അതിലും വലിപ്പമുള്ള ബീഡാണ് കേട്ടോ അതിന് കോർത്ത് കൊടുക്കണത്. ഇനി ആദ്യം കോർത്ത ചെറിയ ബീഡ് തന്നെ കോർത്ത് കൊടുക്കാം. ഇതുപോലെ ഇത് മുഴുവനും കോർക്കാട്ടോ. മാല കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ബീഡ്സൊക്കെ മുഴുവൻ കോർത്ത് ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സിമ്പിളാണ്, എപ്പോഴും കാണിക്കുന്നത് കാരണമാണ് പ്രത്യേകിച്ചൊന്നും കാണിക്കാത്തത് കേട്ടോ. ഇനി നമുക്കൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. ഈ കളറുള്ള ബീഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വയർ ബോണ്ടിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം. ആദ്യം ഈ ചെറിയ വൈറ്റ് ബീഡാണ് കേട്ടോ കോർക്കണത്. പിന്നെ ഇങ്ങനത്തെ ഒരു വൈറ്റ് ബീഡാണ് കോർത്ത് കൊടുക്കണത്. ഇതുപോലെ കോർത്തുണ്ട്. എന്നിട്ട് ആദ്യം കോർത്ത വൈറ്റ് ബീഡ് തന്നെ കോർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതാണ് കോർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഇടയിലും കോർത്ത് കൊടുക്കണത് ഇങ്ങനത്തെ മോഡൽ ബീഡാണ് കേട്ടോ. ഇനി ഒരു ചെറിയ വൈറ്റ് ബീഡ് കോർക്കുക. വീണ്ടും ഈ ബീഡ് കോർക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇത് മുഴുവൻ കോർത്തെടുക്കാം കേട്ടോ. ഹെയർ ബാൻഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. ഈ കളർ ബീഡ്സ് കൊണ്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ആദ്യം മാല ഉണ്ടാക്കുമ്പോൾ കോർത്ത ചെറിയ ബീഡാണ് കേട്ടോ കോർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഇത് മുഴുവനും കോർക്കാം കേട്ടോ. ഇത് മുഴുവൻ കോർത്തുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കെട്ടിടാം. അങ്ങനെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 3 കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.